ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ മാനസിക ആത്മീയ നില എന്താണെന്ന് ഉള്ളൊരു കണ്ടെത്തലാണ്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. റീഡിംഗ് കാണുന്നതിന് മുമ്പ് ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക. ശേഷം ഈ ഒരു റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നോക്കാം ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്താണെന്ന്. കിങ് ഓഫ് സോട്സ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ്, സെവൻ ഓഫ് സോട്സ്, ഹെർമിറ്റ്, നൈറ്റ് ഓഫ് സോട്സ്, എയ്റ്റ് ഓഫ് കപ്സ്, ടു ഓഫ് കപ്സ്. ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നമുക്കിവിടെ ആദ്യം കിങ് ഓഫ് സോട്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി ആ ഒരു വ്യക്തിയുടെ ഹൃദയം കൊണ്ടല്ല ചിന്തിക്കുന്നത്, ആള് കുറച്ച് ബുദ്ധിപരമായി ചിന്തിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് ഫീലിങ്സ് ഉണ്ടെങ്കിലും ആള് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ റൂൾസ്, ലോജിക്ക്, സെൽഫ് കൺട്രോൾ, ഇതാണ് ഇവരുടെ ഗൈഡിങ് ഫോഴ്സായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതായത് ഇമോഷൻ കാണിച്ചാൽ താൻ ഇനി ദുർബലനാകുമോ എന്നുള്ളൊരു ഭയം ഈ ഒരു വ്യക്തിക്കുണ്ടെന്ന് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് മാറ്റമുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിക്ക് മാറ്റം ഉണ്ടെങ്കിലും വളരെ സ്ലോ ആയിട്ടാണ് എന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് പെട്ടെന്നുള്ള തീരുമാനങ്ങളൊന്നും ഈ ഒരു വ്യക്തി എടുക്കില്ല എന്നും ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയായിട്ടും ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ ഈ ഒരു വ്യക്തിക്ക് ഇവിടെ നിങ്ങളോട് ബന്ധപ്പെട്ട ചിന്തകളുണ്ടെങ്കിലും എല്ലാം പതുക്കെ മതി എന്നുള്ളൊരു ഒരു ആലോചനയിൽ ഈ ഒരു വ്യക്തി ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പതുക്കെ എല്ലാ കാര്യങ്ങളും കുറച്ച് പതുക്കെ കൊണ്ടുപോകാം എന്നുള്ളൊരു മനസ്സോടു കൂടി ഈ ഒരു വ്യക്തി ഇരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ നമുക്കിവിടെ ഈ ഒരു ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ് പറഞ്ഞു തരുന്നത് അതായത് പുറമേ ആൾ കാണിച്ചില്ലെങ്കിലും അവരുടെ ഉള്ളിൽ വളരെയധികം ഒറ്റപ്പെടൽ, നഷ്ടബോധം, ഇതൊക്കെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് പുറത്ത് സ്ട്രോങ് ആയിട്ട് തോന്നിയാലും അകത്ത് എനിക്ക് ആരുമില്ല എന്നുള്ളൊരു തോന്നൽ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ സെവൻ ഓഫ് സോർട്സ് പറഞ്ഞു തരുന്നത് പല കാര്യങ്ങളും ഈ ഒരു വ്യക്തി എല്ലാ കാര്യങ്ങളും ആരോടും തുറന്നു പറയുന്നില്ല എന്നിവിടെ കാണിക്കുന്നുണ്ട്. പല കാര്യങ്ങളും ഇവർ ഹൈഡ് ചെയ്ത് വെക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഫീലിങ്സ് ഹൈഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ട്രൂത്ത് അവോയ്ഡ് ചെയ്യുന്നതൊക്കെ ആയിട്ട് നമുക്കിവിടെ ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നുണ്ട്. എന്തായാലും നമുക്കിവിടെ ഹെർമിറ്റും കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഇപ്പോൾ ആരോടും സംസാരിക്കാതെ തനിച്ചിരിക്കുവാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ ഈ ഒരു ഹെർമിറ്റ് പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഈ ഒരു സമയത്ത് അവർക്കുള്ള ഉത്തരങ്ങൾ തേടുന്ന ഒരു സമയമായിട്ടാണ് നമുക്കിവിടെ ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഈ ഒരു വ്യക്തിക്ക് ഇടയ്ക്ക് അവരുടെ മനസ്സിലോട്ട് കയറി വരുന്നുണ്ട്. പക്ഷെ അവർ അതെല്ലാം നിയന്ത്രിച്ചു നിർത്തുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, പല സമയത്തും ചില സമയത്തൊക്കെ നിങ്ങളോട് മിണ്ടണം, അല്ലെങ്കിൽ എല്ലാം എല്ലാ കാര്യങ്ങളും ഒന്ന് മറന്ന് നിങ്ങളോടൊത്തൊന്ന് മിണ്ടണം എന്നൊക്കെ ഈ ഒരു വ്യക്തിക്ക് പല സമയത്തും ചിന്തകൾ അതിവേഗം കടന്നു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ചിന്തകൾ അതിവേഗം തന്നെ നിന്നു പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. എന്തൊക്കെയോ ഒരു ഭയം അവർക്കുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതൊക്കെ അവരെ അവിടെ പിടിച്ചു നിർത്തുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അതായത് ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ, നിങ്ങളോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു തീർക്കണം എന്നുള്ളൊരു ചിന്ത ഈ ഒരു വ്യക്തിക്കുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അവരുടെ മൈൻഡ് വളരെയധികം അസ്വസ്ഥമാണെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എയ്റ്റ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഇമോഷണലി ഡ്രെയിൻ ആയ കാര്യങ്ങളിൽ നിന്നും താൽക്കാലികമായിട്ട് ഈ ഒരു വ്യക്തി പതിയെ പതിയെ നടന്നു പോകുന്നതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കാണുന്നത്. പക്ഷേ ഇതൊരിക്കലും ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഗുഡ് ബൈ അല്ല. അതായത് ഹീലിങ്ങിന് വേണ്ടിയുള്ള ഒരു ഡിസ്റ്റൻസ് ആണിത്. അതായത് ഇവിടെ കുറച്ച് സ്പേസ്, അതായത് സ്വന്തം ഇമോഷൻസൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യുവാനായിട്ട് അവർ സ്പേസ് എടുക്കുന്നതായിട്ടാണ് നമുക്കിവിടെ ഈ ഒരു എയ്റ്റ് ഓഫ് കപ്സ് പറഞ്ഞു തരുന്നത്. പക്ഷേ ഈ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ തമ്മിൽ ഈ ഒരു സമയത്തുണ്ടെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സോൾ കണക്ഷൻ
ആ ഒരു സോൾ കണക്ഷൻ ഇപ്പോഴും ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് 2 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. ഇത് ട്രൂ സോൾ കണക്ഷനെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫീലിങ്സ് ഒക്കെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു ഈക്വൽ ഇമോഷണൽ ബോണ്ട് വരുമെന്ന് കാണിക്കുന്നുണ്ട്. ഈ ഒരു ഡിസ്റ്റൻസ് താൽക്കാലികം മാത്രമാണെന്നാണ് ഈ ഒരു 2 ഓഫ് കപ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഇപ്പോൾ ഡിസ്റ്റൻസ് ഉണ്ടായാലും തീർച്ചയായിട്ടും ആ ഒരു ഡിസ്റ്റൻസ് പതിയെ പതിയെ മാറിപ്പോകുമെന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ സോൾമേറ്റ് ആയിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. അതാണ് നമുക്ക് ഈ ഒരു 2 ഓഫ് കപ്സ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്കിവിടെ മുഴുവനായിട്ട് നോക്കുമ്പോൾ ഈ ഒരു വ്യക്തി പുറത്ത് വളരെയധികം, അതായത് വളരെയധികം ഒന്ന് ഗൗരവമായിട്ട് തനിക്ക് പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണെങ്കിലും ഉള്ളിൽ വളരെയധികം വേദനയോട് കൂടി നടക്കുന്ന ഒരു എനർജിയൊക്കെയാണ് കിട്ടുന്നത്. എന്തായാലും ഇപ്പോൾ ഫോഴ്സ് ചെയ്യേണ്ട സമയമല്ല, കുറച്ച് ടൈം വേണമെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, സൈലൻസിനെയും ഡിസ്റ്റൻസിനെയും റിജക്ഷനായിട്ട് നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. എനർജി ഒന്ന് സെറ്റിൽ ആകുമ്പോൾ ട്രൂത്ത് സ്വയം പുറത്തു വരുമെന്നാണ് കാണിക്കുന്നത്. വീണ്ടും ഈ ഒരു വ്യക്തി നിങ്ങൾക്കരികിലേക്ക് തന്നെ വരും എന്നാണ് ഈ ഒരു 2 ഓഫ് കപ്സ് നമുക്ക് തരുന്ന ഒരു സന്ദേശം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.